എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സാധാരണ യാത്രയല്ല പോകുന്നത്. അല്ല, ഇതൊരു വല്ലാത്ത യാത്രയാണ്. ശതകോടിക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് നമ്മുടെ ഈ ഭൂമിയുടെയും അതിലെ ഓരോ ജീവന്റെ തുടിപ്പിന്റെയും കഥയറിയാനൊരു യാത്ര. അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ. 450 കോടി വർഷത്തെ ഒരു കഥ വെറും 5 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമോ? കേൾക്കുമ്പം തന്നെ ഇമ്പോസിബിൾ എന്ന് തോന്നുന്നില്ലേ? പക്ഷേ നമ്മൾ ആ ചലഞ്ച് അങ്ങേറ്റെടുക്കാണ്. അപ്പത്തിന് റെഡിയല്ലേ? സമയത്തിലൂടെ ഒരു മിന്നൽ പിണർ പോലെ പായാൻ തയ്യാറായിക്കോ. ഓക്കേ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? എക്ദം തുടക്കത്തിൽ നിന്ന് തന്നെ ശതകോടിക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ ഭൂമിയുടെ കഥയുടെ ആ ഒന്നാം അധ്യായത്തിലേക്ക്. നമ്മുടെ ഭൂമിയുടെ പിറവി അത് ശാന്തവും സുന്ദരവും ഒന്നുമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രക്ഷുബ്ധവും അക്രമാസക്തവുമായിരുന്നു. അങ്ങനെയുള്ളൊരു തീഗോളത്തിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ജീവന്റെ തുടിപ്പുള്ള ഈ ലോകം എങ്ങനെ ഉണ്ടായി വന്നു നമുക്ക് നോക്കാം. അപ്പോ എല്ലാത്തിന്റെയും തുടക്കം ഒരു ഗംഭീര കൂട്ടിയിടിയിലായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, ഏകദേശം ചൊവ്വയുടെ അത്രയും വലുപ്പമുള്ളൊരു ഗ്രഹം നമ്മുടെ കുഞ്ഞു ഭൂമിയിലേക്ക് വന്ന് സർവ്വശക്തിമെടുത്ത് ഇടിക്കുകയാണ്. ആ ഇടിയുടെ ആഘാതത്തിൽ ചിതറിത്തെറിച്ച കഷ്ണങ്ങൾ പതിയെ പതിയെ ഒന്നിച്ചുകൂടിയാണ് നമ്മുടെ സ്വന്തം അമ്പിളിമാമൻ, അതായത് ചന്ദ്രൻ, ഉണ്ടായത്. വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമാണല്ലേ? പക്ഷേ സത്യം അതാണ്. ആ വലിയ ദുരന്തമാണ് നമ്മുടെ ഗ്രഹത്തിന്റെ ഭാവിക്ക് ശരിക്കും അടിത്തറ പാകിയത്. ആദ്യകാലത്തെ ഭൂമിയോ ശരിക്കും പറഞ്ഞാൽ ഒരു നരകം തന്നെയായിരുന്നു. സമുദ്രങ്ങളാണെങ്കിൽ കൊടും ആസിഡ്, ശ്വാസമെടുക്കാൻ ഒരു തരി ഓക്സിജനില്ല. പോലാത്തതിന് ആകാശത്തുനിന്ന് ഉൽക്കകൾ തീമഴ പോലെ പെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പതിയെ പതിയെ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. ഭൂമിയുടെ അടിയിലെ ഫലകങ്ങൾ, അതായത് പ്ലേറ്റുകൾ, ചലിക്കാൻ തുടങ്ങി. അതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. അതോടൊപ്പം തന്നെ സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ വികിരണങ്ങളെ തടയാൻ ഒരു രക്ഷാകവചം പോലെ ഒരു കാന്തിക വലയവും രൂപപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഭൂമി ജീവനുവേണ്ടി സ്വയം തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോ ഇത്രയും കഠിനമായ, ജീവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരിടത്തുനിന്ന് എങ്ങനെ ജീവന്റെ ആദ്യത്തെ തുടിപ്പുണ്ടായി? അതൊരു വലിയ അത്ഭുതം തന്നെയാണല്ലേ? ആ അത്ഭുതത്തിന്റെ കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ജീവന്റെ ആദ്യത്തെ രൂപം, നമ്മൾ അതിനെ പ്രോട്ടോസെൽ എന്ന് വിളിക്കും. ഇതെവിടെയാണ് ഉണ്ടായതെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നതുപോലെ സമുദ്രത്തിലല്ല, പകരം ഭൂമിക്കടിയിലെ ചുട്ടുപൊള്ളുന്ന നീരുറവകളിലാണ്, ഗീസറുകളില്. അവിടുത്തെ ആ കൊടും ചൂടും രാസവസ്തുക്കളും എല്ലാം ചേർന്നപ്പോ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾക്ക് ഒന്നിച്ചു ചേരാൻ പറ്റിയ ഒരു കിടിലൻ സാഹചര്യം ഒരുങ്ങുകയായിരുന്നു. അടുത്തത് ഒരു വലിയ മാറ്റമായിരുന്നു. ജീവന്റെ പവർ സോഴ്സ് മാറിയ നിമിഷം. തുടക്കത്തിൽ ഭൂമിയുടെ ഉള്ളിലെ ചൂടായിരുന്നു ഈ ആദ്യകാല ജീവരൂപങ്ങളുടെ ഏക ആശ്രയം. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഒരു വൻ വിപ്ലവമാണ്. ജീവൻ നമ്മുടെ സൂര്യന്റെ അവസാനിക്കാത്ത ഊർജം ഉപയോഗിക്കാൻ പഠിച്ചു. അതോടെ എല്ലാം മാറി. അതൊരു ചരിത്രപരമായ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഒരു ഗെയിം ചേഞ്ചറിനെ കുറിച്ചാണ്, DNA. നമുക്കിതിനെ ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കാം. DNA വരുന്നതിനു മുൻപ് RNA ആയിരുന്നു ഈ ജോലി ചെയ്തിരുന്നത്. പക്ഷെ അത് അത്ര സ്റ്റേബിളായിരുന്നില്ല. എന്നാൽ കൂടുതൽ ഈടുനിൽക്കുന്ന, വിശ്വസിക്കാവുന്ന DNA വന്നതോടെ കാര്യങ്ങൾ മാറി. വിവരങ്ങൾ തലമുറകളിലേക്ക് കൃത്യമായി കൈമാറാൻ തുടങ്ങി. അതോടെ കൂടുതൽ സങ്കീർണമായ ജീവികളുണ്ടാകാനും പരിണാമത്തിന് വേഗത കൂടാനും തുടങ്ങി. ഭൂമിയുടെ ചരിത്രം നോക്കിയാൽ അത് മുഴുവൻ ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ഒരു കഥയാണ്. ഇടയ്ക്കിടെ വലിയ ദുരന്തങ്ങളുണ്ടാകും, വൻതോതിലുള്ള വംശനാശങ്ങൾ. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ വലിയ സംഹാരത്തിനും ശേഷം ഒരു പുതിയ സൃഷ്ടി നടക്കും. ഓരോ ദുരന്തവും പുതിയ തരം ജീവികൾക്ക് വളരാനുള്ള ഒരു അവസരം തുറന്നുകൊടുത്തു. നോക്കൂ, ഓരോ ദുരന്തവും എങ്ങനെയാണ് ഒരു പുതിയ തുടക്കമായതെന്ന്. സൈനോബാക്ടീരിയകൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറച്ചപ്പോൾ ആ ഓക്സിജൻ പല ജീവികൾക്കും വിഷമായിരുന്നു, അവ നശിച്ചു. പക്ഷേ ആ ഓക്സിജൻ തന്നെ പുതിയ ജീവികൾക്ക് ശ്വസിക്കാനും വളരാനും കാരണമായി. അതുപോലെ ഭൂമി മുഴുവൻ മഞ്ഞുമൂതിപ്പോയ സ്നോബോൾ എർത്ത് എന്ന അവസ്ഥയ്ക്ക് ശേഷം ജീവന്റെ ഒരു വൻ വിസ്ഫോടനം തന്നെ സംഭവിച്ചു. ഏറ്റവും ഒടുവിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദിനോസറുകളെ തുടച്ചു നീക്കിയ ആ ദുരന്തം സസ്തനികൾക്ക്, അതായത് നമ്മുടെ എല്ലാം പൂർവികർക്ക്, ഈ ലോകം ഭരിക്കാനുള്ള വഴി തുറന്നുകൊടുത്തു. 35 എന്താണ് ഈ സംഖ്യ എന്നല്ലേ? ഇതാണ് കേംബ്രിയൻ വിസ്ഫോടനം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ പൊട്ടിമുളച്ച പുതിയ ജന്തുവിഭാഗങ്ങളുടെ എണ്ണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ കാണുന്ന പ്രാണികളും പക്ഷികളും മീനുകളും നമ്മളുമടക്കം കോടിക്കണക്കിന് ജീവികളുടെ എല്ലാം അടിസ്ഥാന ബോഡി പ്ലാൻ രൂപപ്പെട്ടത് ആ ഒരൊറ്റ കാലഘട്ടത്തിലാണ്. അപ്പോ ഈ കാണുന്ന ജീവന്റെ വൈവിധ്യത്തിനെല്ലാം കാരണമെന്താണ്? പ്രധാനമായും 2 എഞ്ചിനുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഒന്നാമത്തേത്, ഭൂഖണ്ഡങ്ങൾ പിളർന്നു മാറുമ്പോൾ അവിടുത്തെ ജീവികൾ ഒറ്റപ്പെട്ടുപോകും. അങ്ങനെ പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നു.
ഇതിനെയാണ് സ്റ്റെം പരിണാമം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഈ പിരിഞ്ഞുപോയ ഭൂഖണ്ഡങ്ങൾ പിന്നീട് കൂടിച്ചേരുവല്ലോ. അപ്പോൾ ആ വ്യത്യസ്ത ജീവികൾ തമ്മിൽ ഇടകലരും. അങ്ങനെ വീണ്ടും പുതിയ വൈവിധ്യങ്ങളുണ്ടാകുന്നു. ഇതിനെ ക്രൗൺ പരിണാമമെന്നും പറയും. ഇനി ശതകോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഈ വലിയ കഥയിൽ നിന്ന് നമ്മൾ ടൈം ലൈൻ അതിവേഗം മുന്നോട്ടോടിക്കുകയാണ്. കഥയുടെ ഏറ്റവും അവസാനത്തെ, ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക്. അതായത് ഈ ഭൂമിയിൽ വളരെ വൈകി മാത്രമെത്തിയ നമ്മളിലേക്ക്, മനുഷ്യരിലേക്ക്. നമ്മുടെ തലച്ചോറ് അത് പതിയെ പതിയെ വലുതായോ ഒന്നല്ല, മറിച്ച് 3 വലിയ കുതിച്ചുചാട്ടങ്ങളിലൂടെയാണ് അതിന്റെ വലിപ്പം കൂടിയത്. ഈ അവിശ്വസനീയമായ വളർച്ചയ്ക്ക് പിന്നിലും ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെം പരിണാമമായിരിക്കാം കാരണം. അതായത് ആഫ്രിക്കയിലെ അഗ്നിപർവ്വത വിള്ളൽ മേഖലകളിലെ പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ തലച്ചോറിന്റെ വളർച്ചയെ വല്ലാതെ ത്വരിതപ്പെടുത്തിയിരിക്കാം. മനുഷ്യന്റെ വളർച്ചയുടെ വേഗത അത് തലകറങ്ങുന്ന ഒന്നാണ്. ചിന്തിച്ചുപോക്കൂ, വെറും 2 ലക്ഷം വർഷം മുൻപ് ആഫ്രിക്കയിൽ നിന്ന് യാത്ര തുടങ്ങിയ നമ്മൾ 10,000 വർഷം മുൻപ് കൃഷി കണ്ടെത്തി, 250 വർഷം മുൻപ് വ്യാവസായിക വിപ്ലവം നടത്തി, വെറും 50 വർഷം മുൻപ് ഇന്റർനെറ്റ് കണ്ടുപിടിച്ച് ലോകത്തെ ഒന്നാക്കി. ഭൂമിയുടെ മൊത്തം ചരിത്രത്തിൽ ഇതൊരു കണ്ണ് ചിമ്മിത്തുറക്കുന്ന സമയം പോലുമില്ല. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഭൂതകാലത്തിലൂടെയാണ് സഞ്ചരിച്ചത്. ഇനി നമുക്ക് നേരെ ഭാവിയുടെ വിദൂരതയിലേക്കൊന്നു പോയി നോക്കാം. നമ്മുടെയെല്ലാം വീടായ ഈ പ്രിയപ്പെട്ട ഗ്രഹത്തിന് ഒടുവിൽ എന്ത് സംഭവിക്കും? അതെ, ഭൂമിയുടെ അന്ത്യം എങ്ങനെയായിരിക്കും? അത് നമ്മളെ എല്ലാവരെയും ഒരു നിമിഷം ചിന്തിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇതിന് ശാസ്ത്രം നൽകുന്ന ഉത്തരം എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഭൂമിയുടെ അവസാനം പെട്ടെന്നൊരു ദിവസമായിരിക്കില്ല. അത് വളരെ പതിയെ സംഭവിക്കുന്ന ഒന്നായിരിക്കും. പക്ഷെ അത് സംഭവിക്കുമെന്നത് ഉറപ്പാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂഖണ്ഡങ്ങൾ വീണ്ടും കൂടിച്ചേർന്ന ഒറ്റ ഭൂഖണ്ഡമാകും. പിന്നെ ഭൂമിയുടെ ഉള്ളിലെ എഞ്ചിൻ തണുക്കും, പ്ലേറ്റ് ടെക്ടോണിക്സ് നിലയ്ക്കും. അതോടെ നമ്മുടെ രക്ഷാകവചമായ കാന്തികമണ്ഡലം ഇല്ലാതാകും. സൂര്യൻ നമ്മുടെ അന്തരീക്ഷത്തെയും സമുദ്രങ്ങളെയും കവർന്നെടുക്കും. ഒടുവിൽ ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് ശേഷം ഒരു ചുവന്ന ഭീമനായി മാറുന്ന നമ്മുടെ സൂര്യൻ ഭൂമിയെ അങ്ങ് വിഴുങ്ങും. അതെ, ജീവന് ജന്മം നൽകിയ ഈ ഗ്രഹം ഒരുനാൾ ഇല്ലാതാകും. അത് ശാശ്വതമല്ല. പക്ഷേ ഒരുപക്ഷേ ജീവന്റെ കഥ അവിടെ അവസാനിക്കില്ലായിരിക്കാം. ഒരുപക്ഷേ നമ്മൾ തുടങ്ങിവെച്ച യാത്ര മറ്റൊരു രൂപത്തിൽ, ഒരുപക്ഷേ നമ്മൾ തന്നെ നിർമ്മിക്കുന്ന ഒരു പുതിയ തരം ജീവന്റെ രൂപത്തിൽ മറ്റ് ഗാലക്സികളിലേക്ക് യാത്ര തുടർന്നേക്കാം. അതൊരു വലിയ സാധ്യതയല്ലേ? നമ്മളെ ഒരുപാട്